പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കപ്പപ്പുഴുക്ക് തയ്യാറാക്കാം. കുറച്ച് കപ്പ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം ചിരകിയ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഏറ്റവും രുചി. ഞാനിവിടെ ഒരു ചെമ്മീൻ ഫ്രൈ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് ചെമ്മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, രണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1/4 മണിക്കൂർ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിൽ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി, പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും മത്തിയും കഴിക്കുന്നത് പോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതും.